എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേണുവിന്റെ അടുത്തേക്ക് അനാമിക വരികയാണ്. ഈ സമയത്ത് വേണു പറഞ്ഞു, അല്ല മോളെ, നീ എന്നും കൊന്ന് ഇവിടെ നിൽക്കാനാണോ നിന്റെ ഭാവം എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാമിക പറഞ്ഞു, അല്ല പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ അച്ഛാന്ന് ചോദിക്കുകയാണ്. അത് കേട്ടോണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയം വേണു പറഞ്ഞു, മോളെ നീ ഇവിടെ നിന്നിട്ടുണ്ട്, നീ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഇതുവരെയായിട്ട് അവൻ നിന്നെ വിളിക്കാൻ പോലും വന്നില്ലല്ലോ എന്ന് പറയാണ്. വിളിക്കാൻ വന്നില്ലേ നീ അങ്ങോട്ട് കയറി ചെല്ലണമെന്ന് പറയാം. എന്റെ അച്ഛാ, എങ്ങനെ കയറി ചെല്ലാനെന്ന് പറ ആ വീട്ടിലേക്ക്. ഇത്ര ആയിട്ട് അനി എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല, പിന്നെ നാണം കിട്ടി ഞാൻ അങ്ങോട്ട് ചെല്ലണോന്ന് ചോദിക്കുക. ഇത് മോളെ, അവിടുത്തെ നിന്റെ വെല്ലുമ്മ ഉണ്ടല്ലോ, വെല്ലുമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവിടെ പോയി നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അവർക്കൊന്ന് സുഖമായി കഴിഞ്ഞാൽ പിന്നെ അവര് നിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. അതൊക്കെ എനിക്കറിയാം. പക്ഷേങ്കില് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, മോളെ നീ ഇങ്ങനെ നിന്നേക്കരുത്. ദേ അനിക്ക് അതൊരു വളമായിട്ട് മാറും. അനി പിന്നെ ആ നന്ദുവായിട്ട് അടുക്കാൻ കൂടുതൽ കാരണമാവും. അതുകൊണ്ട് ഒരു കാരണവശാലും സംഭവിച്ചുകൂടാ. നീ അങ്ങോട്ട് തിരികെ പോണെന്ന് പറയാണ്. ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞു, അതിന് അവൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? അതിനുള്ള കാരണം നീ ഉണ്ടാക്കുകയോ ചെയ്യണ്ടേ? നീ വേണം അവനെ മയക്കെടുക്കാനായിട്ടെന്ന് പറയണം. അതെങ്ങനെ? ആ കുടുംബത്തിലെ ആണുങ്ങളല്ല അങ്ങനത്തെ സ്വഭാവം ഉള്ളവരല്ലേ എന്നൊക്കെ പറയണം. നയനേം നവ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ആൾക്കാർക്കൊക്കെ ഏതാണ്ട് പ്രാണം പോലെയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാമിക, അത് ശരിയാ, നവ്യയുടെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ആ നായനെന്ന് പറയുന്നതുണ്ടല്ലോ, അവളോട് ആ കുടുംബത്തിൽ എല്ലാവർക്കും ഭയങ്കര സ്നേഹമോ. അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത. അതിന് മാത്രം എന്താ അവള് കിരിക്കുന്നതെന്ന് മാത്രം എനിക്ക് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു, അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. എങ്ങനെ എന്തേലും കാരണം ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ നോക്ക്. അല്ലെങ്കിൽ ഇനി നടക്കില്ല. അനി വന്ന് വിളിക്കുമെന്ന് കരുതി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാനും പോകുന്നില്ലെന്ന് പറയാം. അത് ശരിയാ. ഇനിയിപ്പോ അനി വന്ന് വിളിക്കണമെങ്കിൽ പോലും ആ കിളവൻ ചത്തുപോകണം. ആ കിളവൻ ചത്തുപോലെ വന്ന് വിളിക്കുള്ളൂ. കാരണം ആ കിളവനാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു പറയണം. മൂർത്തി മുത്തശ്ശനെ കുറിച്ചാണ് പറയണേ. മൂർത്തി മുത്തശ്ശൻ എങ്ങനെയും ചത്തുപോകാനുള്ള ഉദ്ദേശം അവരുടെ മനസ്സില്. പക്ഷെ നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ. ആ സമയം രേവതി പറഞ്ഞു, കിളവൻ ചത്തുപോകണ പകുതി സമാധാനമായെന്ന് പറയാം. അങ്ങനെയൊന്നും ചത്തുപോകത്തില്ല. കാരണം എന്താണെന്നറിയാവോ? അയാൾക്ക് ഇനിയും ദൈവം ആയുസ് നീട്ടിക്കൊടുത്തിടണം തോന്നേ. ഇപ്പോഴല്ലേ അയാൾ ഇത്ര പതുങ്ങിയിരിക്കുന്നേ. അസുഖം വരുന്നതിന് മുമ്പ് അങ്ങേര് പുലിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ മോളെ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ എന്നേ കണ്ടുപിടിച്ചാലെന്ന് ചോദിക്കാം. ഇപ്പം വയ്യാത്തോണ്ട് ഒന്ന് ഒതുങ്ങിയിരിക്കുന്നുള്ളൂ. എന്നാലും പ്രൗഢിയൊന്നും അത്ര കുറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് അജയനും ജയനും കൂടെ ഹോസ്പിറ്റൽ ഐസിയുവിന് മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അജയൻ പറഞ്ഞു, അന്ന് തിരുമേനി പറഞ്ഞ എത്ര കൃത്യം വരുന്നില്ലേ നോർത്ത് വയ്ക്കുന്ന നയനമോളെ കുറിച്ച് പറഞ്ഞത്. ജാതകം പോലും നോക്കാതെ എല്ലാം പെട്ടെന്ന് ഒരു മുഹൂർത്തത്തിൽ സംഭവിച്ച. പക്ഷെ അന്ന് തിരുമേനി പറഞ്ഞു, നയനമോൾ കുടുംബത്തിലേക്ക് വന്നു കയറിയിട്ടുണ്ടല്ല ഐശ്വര്യമാന്ന്. അപ്പൊ അതേ ഐശ്വര്യം തന്നെ ഇപ്പോഴും ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ളവളാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ ദേവേനിക്ക് ഒരു ആപത്ത് വന്നപ്പോ തന്നെ ആ സമയത്ത് സഹായിച്ചെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ജയൻ പറഞ്ഞു, അത് ശരിയാ ജയ പറഞ്ഞേ. അന്ന് തിരുമേനി പറഞ്ഞ കാര്യം സത്യമായിട്ടിരിക്കുന്നു. അന്ന് അച്ഛനും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷേങ്കിൽ അവളുടെ നന്മ മനസ്സിലാക്കാനായിട്ട് ദേവേനിക്ക് ഇതിലായിട്ടും പറ്റിയിട്ടില്ലോ എന്ന് പറയാം. ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നന്മകളൊക്കെ മനസ്സിലാക്കുമായിരിക്കും എന്ന് പറയാം. പിന്നീട് അജയൻ പറഞ്ഞു, അല്ല നയനമോള് കുടുംബത്തിലേക്ക് വന്ന് കയറിയതിന് ശേഷം കോടികളുടെ ലാഭമല്ലേ ഉണ്ടായിക്കുന്ന വെക്കുക. അത് ശരിയാ. അത് ഞാൻ നയനമോളുടെ അക്കൗണ്ടിലേക്ക് ഇടാനായിട്ട് ആദർശനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ജയൻ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വേണു വരുവാണ്. വേണുവിനെ കണ്ടതും ഒരു നിമിഷം അജയൻ പറഞ്ഞു, ദേ വരുന്നുണ്ടെന്ന് പറയണം. നോക്കിക്കഴിഞ്ഞപ്പോ വേണു അങ്ങോട്ട് വന്നു. അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ദേവയാനീച്ചിക്ക്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറയാം. ചേച്ചിക്ക് കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമുള്ളത് ഇപ്പൊ എന്റെ മോൾക്കാന്ന് പറയാണ്. എന്റെ മോളുടെ ജീവിതമല്ലേ തകർന്നു പോയിക്കുന്നേ, എന്റെ മോളല്ലേ അവിടെ വന്ന് നിൽക്കുന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടതും അജയൻ പറഞ്ഞു, അതിന് ഞങ്ങളാരും കാരണക്കാരല്ലോ എന്ന് പറയാണ്. അതെ, സ്വന്തം മോളെ കർമ്മത്ത് പാടുമായിട്ട് വന്നു നിന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു അച്ഛനെ സഹിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, അതിനങ്ങനെ കർമ്മത്ത് പാടുമായിട്ട് വന്നു നിന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. എന്റെ മോൻ അങ്ങനെ ആരും വെറുതെ തല്ലുന്നവനല്ല. അവനവന്റെ ആദർശിന്റെ സ്വഭാവം കിട്ടിയിരിക്കുന്നേ. അവൻ അങ്ങനെ വെറുതെ ആരും ഉപദ്രവിക്കുന്ന സ്വഭാവമൊന്നും അല്ലെന്ന് പറയണം. ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, നിങ്ങള് അനിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാതെ അവൻ ചെയ്യില്ല എന്ന് പറയാം. ഇപ്പൊ നിങ്ങളെല്ലാരും കൂടെ അനിയെ ന്യായീകരിക്കുവാണോ? എന്റെ മോളെ അവിടെ നിന്ന് അടിച്ചിറക്കിയതും പോലെ. ആരടിച്ചിറക്കിയെന്ന് പറഞ്ഞേ? അതിനു മുമ്പേ അനാമിക ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ എങ്ങനെ അവളെ അടിച്ചിറക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം വേണു പറഞ്ഞു, അല്ലേലും കേട്ടിട്ടുണ്ട് അവിടുത്തെ ആണുങ്ങളൊക്കെ നട്ടലില്ലാത്തവരാന്ന്. ഇത് കേട്ടും ജയന് നല്ല ദേഷ്യം വന്നു. ജയൻ പറഞ്ഞു, വേണു അങ്ങനെ പറയണ്ട. ഞങ്ങളൊക്കെ നല്ല നട്ടലോട് കൂടി നിൽക്കുന്നവരാ. അതുകൊണ്ടാണ് നിങ്ങളുടെ മകൾ അത്രയും ദിവസമെങ്കിലും അവിടെ നിന്നത്. അല്ലെങ്കിൽ അതിന് 7 പണ്ടേ നിങ്ങളുടെ മോള് വീട്ടിലെത്തിയാനെന്ന് പറയണ. പിന്നെ
നിങ്ങളുടെ മോള് അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിരിപ്പുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കാത്തെന്ന് പറയാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ മോളെ അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് വേറെ അവളുമാർക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാനായിരിക്കും. അതൊരിക്കലും നടക്കാനൊന്നും പോകുന്ന കാര്യമല്ലെന്ന് പറയണേ. ഇപ്പൊ തെറ്റ് ചെയ്ത ഇവിടെ വേറെ ആൾക്കാര്, എന്നിട്ടോ ശിക്ഷ അനുഭവിക്കുന്ന എന്റെ മോളെന്ന് പറയാം. അജയൻ പറഞ്ഞു, അങ്ങനെയൊക്കെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരുത്താനായിട്ട് യാതൊരു ഉദ്ദേശമില്ലെന്ന് പറയണം. പിന്നെ എന്റെ മോനെ അവളെ വിളിക്കാൻ വരുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട. അവൾക്ക് വേണേ അങ്ങോട്ട് വരാം. എന്റെ മോൻ അവളെ ഇറക്കി വിട്ടൊന്നുമല്ലോ. പിന്നെ അവൾക്ക് കയറി വന്നാൽ എന്താ കുഴപ്പം? സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഇഷ്ടപ്രകാരം പോയവൾക്ക് അതിന്റെ ആവശ്യമുള്ളൂ, കയറി വരാവുന്നുള്ളൂ. ഇനി ഇതിന്റെ പേരിൽ ഞങ്ങൾ ആരും വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, എന്താണെങ്കിലും ദേവേനേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരട്ടെ. എന്റെ മോൾക്ക് ഏക പ്രതീക്ഷ ഒരു താങ്ങും തണലുമായിട്ട് നിന്ന് ദേവേനേച്ചിയായിരുന്നു. ദേവേനേച്ചി വന്നു കഴിയുമ്പോഴത്തേനും ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറി മറിയും. എന്റെ മോളെ എന്താളും അംഗീകരിക്കും, തിരികെ വിളിക്കുകയും ചെയ്യും. ആ ഒരു പ്രതീക്ഷയില്ല ഞാൻ. എന്താണെങ്കിലും ചേച്ചിനെ കണ്ടു വട്ടെ എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങോട്ടേക്ക് പോവാണ്. ജയൻ അജയനോട് പറഞ്ഞു, കേട്ടില്ല പറഞ്ഞിട്ട് പോയത്. നമ്മൾ ഇത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിനി അനിയുടെ ജീവിതം കൂടെ നോക്കണം എന്ന് പറയണം. പാവം, അവന്റെ കാര്യമൊന്നും ഓർത്തിക്ക്. ഇനി അവന് കുറച്ചാൾ കഴിയുമ്പോൾ തോന്നും ആദർശേട്ടനും അഭിയേട്ടനും ഒക്കെ ജീവിതമുണ്ട്, ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയാണ്. പക്ഷെ തനിക്ക് മാത്രം ഒന്നുമില്ല, താൻ മാത്രം ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്കും വരുമെന്ന് പറയാണ്. ഇത് അജയൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ, നമ്മളല്ലല്ലോ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് ജാനകിയും ജലജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് അജയൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. അജയനെ കണ്ടതും ജാനകി വെച്ചു, അല്ല നിങ്ങൾ അവിടെ പോയതാ? അനാമിക മോളെ വിളിക്കാൻ പോയതാണെന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജയൻ പറഞ്ഞു, ഞാൻ അനാമികനെ വിളിക്കാൻ പോയതൊന്നുമല്ല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയതാന്ന് പറയും. അല്ലെങ്കിൽ അവളെ വിളിക്കാൻ പോകേണ്ട കാര്യം എനിക്ക് എന്താ ഇരിക്കുന്നു ചോദിക്കുക. അതെന്താ, നിങ്ങൾ മരുമോളല്ലേന്ന് ചോദിക്കും. മരുമോളൊക്കെ തന്നെയാണ്, സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയാസം പോയോളെ ഞാൻ പോയി വിളിച്ചോണ്ട് വരണോ? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയണം. ഇതേ അജയേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൾ ഈ കുടുംബത്തിന്റെ മരുമോളാണെങ്കിൽ അവൾ ഇവിടെയാ കഴിയേണ്ടതെന്ന് പറയാം. ഇതേ അനിയോ പോയി വിളിക്കുന്നില്ല, അപ്പൊ നിങ്ങളെങ്കിലും പോയി വിളിക്കേണ്ട ഒരു മര്യാദയും കടമയൊക്കെ ഇല്ലേന്ന് ചോദിക്കും. പിന്നെ ഞാൻ പോയി വിളിക്കാനായിട്ട് അവനെ കാല് പിടിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പറഞ്ഞല്ലേ, അതിന്റെ ആവശ്യം എന്തായിരിക്കുന്നേ? അതിനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറയാണ്. അല്ലെങ്കിൽ അവൾ എന്ത് പുണ്യപ്രവൃത്തി ചെയ്തിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നെന്ന് ചോദിക്കുക, കാലെ കയ്യെ പിടിച്ചിട്ട്. ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു, ഈ സമയത്ത് ഇപ്പൊ നയനയായിരുന്നെങ്കിൽ എല്ലാരും കൂടെ പോയി ആനയിച്ച് അവളെ കൂട്ടിക്കൊണ്ട് വന്നേനല്ലെന്ന് പറയാം. അത് പിന്നെ നയനമോളുടെ മനസ്സിലായി ഇച്ചിരി നന്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ അവള് വലിയ നന്മമരമാണ്, അവളാണ് ഏട്ടത്തേക്ക് കരള് പാത്ത് നൽകിയെന്നുള്ളത്. ഇത് കേട്ടതും അജയൻ പറഞ്ഞു, വേണമെങ്കിൽ നന്മോട് കരള് വരെ പാത്ത് നൽകുമെന്ന് പറയാം. നൽകും, നല്ല കൊടുക്കൽ കൊടുക്കുമെന്ന് പറയാണ്. അതൊക്കെ എന്റെ അനാമിക മോള് കരള് പാത്ത് കൊടുക്കാന്നും ബ്ലഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാന്ന് പറയാണ്. അത് പറച്ചില്ലല്ലേ ഉള്ളൂ, അല്ലാതെ നടന്നിട്ടൊന്നുമില്ല. അതിന് പറയുന്ന പോലെ വായും കൊണ്ട് പറയാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം. അല്ലെങ്കിലും നിക്ക് അച്ഛനും മാനും അവളെ കാണത്തില്ലോ എന്ന് പറയണം. അവളെ കാണത്തില്ലാത്ത എന്തുകൊണ്ടാ അറിയാലോ. പിന്നെ ഇവിടെ എല്ലാരും നയനമോളെ കുറ്റം പറയുന്നുണ്ട്, പക്ഷെ ഈ കുടുംബത്തിലേക്ക് വന്നു കയറി ഏറ്റവും നല്ല മരുമോളും നയനമോളാ. അതെനിക്ക് ചങ്കി കൈവച്ച് പറയാനായിട്ട് സാധിക്കും. നയനമോളുടെ വാല കെട്ടാൻ കൊള്ളൂല ഈ പറയുന്ന അനാമികനെ എന്ന് പറയണം. അത് അജേട്ടാ ഇങ്ങനെ തന്നെ പറയണമെന്ന് പറയണം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? ഇനിയിപ്പൊ നിങ്ങളൊന്നും നോക്കിയാലൊന്നും നയനമോളെ ഇവിടുന്ന് അടിച്ചിറക്കാൻ നോക്കണ്ട. അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാലെന്ന് പറയാം. ആരൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് പോയാലും നയന ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നില്ലെന്ന് പറയാം. ജലജോണ് കണ്ടില്ലേ, എല്ലാരും മയക്കി അവൾ എടുത്തു വെച്ചിരിക്കുക. അവള് ഹോസ്പിറ്റലിൽ വീട്ടിലും ഒക്കെ ആയിട്ട് നിന്ന് വന്ന് എല്ലാവരുടെ മനസ്സങ്ങോട്ട് മാറ്റിയെന്ന് പറയണം. ഇത് കേട്ടപ്പോ അജയൻ പറഞ്ഞു, എന്നുള്ള അവള് ഇങ്ങോട്ട് ഇനി ഉടനെ വരാൻ പോകുന്നില്ലെന്ന് പറയണം. അതെന്താ അവള് വരാത്തെ? അവള് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അവള് കാരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നെന്ന് പറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നേ. അതുകൊണ്ട് കുറച്ചു ദിവസം നയനമോളുടെ വീട്ടിലായിരിക്കും എന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ജാനകിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജാനകിനെ വെട്ടിത്തിരിഞ്ഞ് പോവാണ്. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വന്നു. നവ്യ കേട്ട് കുറച്ച് കാര്യങ്ങൾ ഇവര് പറയുന്നതൊക്കെ. അച്ഛനകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നവ്യ നെട്ടിച്ചു, എങ്ങനെയുണ്ട് ചെറിയച്ച, കുറവുണ്ടോ ഇപ്പം? വെല്ലുമിക്ക് കുറവുണ്ടോ എന്ന് ചോദിക്കണം. ഇപ്പൊ കുഴപ്പമില്ല മോളെ. അല്ല നയന എവിടെ ഇല്ലെന്ന് ചോദിക്കാം. നയനമോളുണ്ട്, നയനമോള് വീട്ടിലായിട്ടും ഹോസ്പിറ്റലായിട്ടും മാറി മാറി ഒക്കെ നിൽക്കുവാന്ന് പറയണം. പിന്നീട് അജയൻ അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയം നവ്യ ജലജയുടെ അടുത്തേക്ക് വന്നു. ജലജ പറഞ്ഞു, നിന്റെ അനിയത്തി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്നിട്ട് കണ്ടില്ലേ ഇപ്പൊ അനാമിക മോളാണ് വീട്ടിൽ പോയി നിൽക്കുന്നു, അവൾക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. അതെ അവൾ അങ്ങനെ പോയില്ലിപ്പുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിലിപ്പോണ്ടാന്ന് പറയണം. അല്ല നിന്റെ അനിയത്തിക്ക് വീട്ടിലേക്ക് പോയി നിൽക്കാൻ തോന്നുന്നുണ്ട്, നിനക്കെന്താ വീട്ടിലേക്കൊന്ന് പോയി നിൽക്കാൻ പോലും തോന്നാത്തെ? നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിന്നുകൂടെന്ന് ചോദിക്കാം. അതിനിപ്പോ ഞാനെന്തിനാ എന്റെ വീട്ടിൽ പോയി നിൽക്കുന്നേ? അതെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന എന്നെ ഇങ്ങോട്ടാ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല. ഇത് കേട്ടതും ജലജ, ഓ അല്ലെങ്കിൽ നീ അങ്ങനെയാണല്ലോ, ഈ വീടും കെട്ടിപ്പിടിച്ച് കിടക്കത്തല്ലേ ഉള്ളെന്ന് ചോദിക്കുകയാണ്. അതെ കെട്ടിച്ചു വിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട് സ്വന്തം വീട് പോലെ കരുതണമെന്നാ
പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളെന്താ എത്ര വലിയ പറയുന്നേ? ഇത്രയും കാലമായല്ലോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് ഞാനിതായിട്ടും കണ്ടിട്ടില്ലല്ലോ. അതിന് നിങ്ങൾക്ക് വീടുണ്ടെങ്കിലല്ലേ അല്ലേ എന്ന് ജലജയോട് നവ്യ ചോദിക്കുകയാണ്. ഇത് കേട്ടതും ജലജയുടെ മുഖം അങ്ങോട്ട് മാറി. പിന്നീട് നവ്യ പറഞ്ഞു, അല്ല നിങ്ങൾ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നുണ്ടോ? അങ്ങനെ കുറ്റം പറയുന്ന സമയത്ത് സ്വന്തമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കണം അവനവന്റെ അവസ്ഥ എന്താന്ന്. എനിക്ക് പറയാനായിട്ടെങ്കിലും ഒരു വീടുണ്ട്, നിങ്ങൾക്ക് അതുപോലും ഇല്ലോ. നിങ്ങളെ കുറിച്ച് കുറെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോവുകയാണ്. മുഖത്ത് അടിയേറ്റ പോലെ നിൽക്കുകയാണ് ജലജ. പിന്നീട് മുത്തശ്ശനുള്ള മരുന്ന് മുത്തശ്ശി എടുത്ത് കൊടുക്കുകയാണ്. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, നയനമോൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കൃത്യസമയത്ത് തന്നെ ഒന്നിനും ഒരു കുറവ് വരാതെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നല്ലേന്ന് ചോദിക്കുക. അത് ശരിയാന്ന് പറയാണ്. എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു അവസ്ഥയായി പോയില്ലേന്ന് ചോദിക്കണം. അപ്പോഴാണ് ജാനകി അങ്ങോട്ട് കയറി വരുന്നത്. ജാനകിനെ കണ്ട മുത്തശ്ശൻ ചോദിച്ചു, എന്താ ജാനകി എന്ന് ചോദിക്കണം. അത് പിന്നെ എത്ര ദിവസമായി അച്ഛാ അനാമിക മോൾ ഈ കുടുംബത്തിൽ നിന്ന് പോയിട്ട്, പക്ഷെ ഇതുവരെ ആയിട്ടും അവളെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാനായിട്ട് അനി കൂട്ടാക്കുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അല്ല അവള് പോയിട്ട് അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരണ്ടേ? ചെറിയ പ്രായമല്ലേ, ഈ ചെറിയ പ്രായത്തില് ഇങ്ങനെയൊക്കെ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്യുന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എത്ര ദിവസം വെച്ചാ അവള് വീട്ടിൽ നിൽക്കുന്നേ? അതിന് അവൾ ഇവിടെ ആരിലും അടിച്ചിറക്കി വിട്ടതാണോ? അല്ലല്ലോ. കല്യാണം കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ പിടക്കുകളും സൗന്ദര്യപ്പിടക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേങ്കില് അങ്ങനെ ഉണ്ടായാൽ പോലും അത് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പരിഹരിച്ച് തീർക്കുക ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അവൾ അവളുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു, അല്ല ഇതിനു മുമ്പ് നയനയാണെങ്കിൽ ബാക്കി ആരൊക്കെ പോയ സമയത്തൊക്കെ ആണെങ്കിലും ഇവിടെ ആദർശൊക്കെയാണ് പോയി കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ലേ? അത് ശരിയാ പറഞ്ഞേ. കാരണം നയനമോൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ പറയുന്ന നിനക്ക് പോലും അതെ. ഇപ്പൊ തന്നെ നയനമോൾ 2 ദിവസം ഇല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ കുടുംബത്തിലെ എല്ലാവർക്കും അതിന്റെ വേദനയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൾ ഇവിടെ ഇല്ലെങ്കിൽ ഒരു വേദനയാണ്. പക്ഷെ നിനക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനായിട്ട് ഒരാളില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നീ അനുഭവിക്കുന്നില്ലെന്ന് ചോദിക്കാം. പക്ഷേങ്കില് ഈ പറയുന്ന അനാമിക പോയതിനു ശേഷം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അതാ പറഞ്ഞേ, നമ്മുടെ മനസ്സിലൊരു ഇടം നേടാൻ ഒരാൾക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ അവരാ വീട്ടിലുണ്ടായിരുന്നുള്ളതിന് ഒരർത്ഥമുള്ളെന്ന് പറയണം. നയനമോള് പോയാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അനാമിക പോയാൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കാം. നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്കാൻ പറയണം. അല്ല അച്ഛാ, എന്നാലും പോയി തിരിച്ചു വിളിക്കാം. എന്താ ഞാൻ പോയി തിരിച്ചു വിളിക്കണോ? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയാണ്. ഞാനും പോയി തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല. അതെ വസുന്ധരയും പോയി വിളിക്കാൻ പോകുന്നില്ല. പിന്നെ അനിയുടെ കാര്യം അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ. ഞാൻ അവനോട് നിർബന്ധിക്കൊന്നുമില്ല. അല്ലെങ്കിൽ അവനെ നിർബന്ധിച്ച് എനിക്ക് പറഞ്ഞു വിടേണ്ട കാര്യമില്ല. അവള് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതിന് എന്തിനാ അവളുടെ കാല് പിടിച്ചു പോകണ്ടേ? അതിന്റെ കാര്യമില്ലെന്ന് പറയാണ്. ആകപ്പാടെ ജാനകിക്ക് എന്ത് ചെയ്യണം നടത്തില്ല. ജാനകി അങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, എന്നാലും അനിയുടെ ജീവിതമല്ലേ, ജീവിതമൊക്കെ തന്നെ വസുന്ധരെ. പക്ഷെ നമ്മൾ അങ്ങനെ ചെന്ന് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു അഹങ്കാരമായിരിക്കും. എത്ര എന്തൊക്കെ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയാലും തിരിച്ചു വിളിക്കാനായിട്ട് നമ്മൾ ചെല്ലൂന്നുള്ള അതൊരു കാരണവശാലും പാടില്ല. ആ ബോധ്യം ഉണ്ടെങ്കിൽ അവർ വീണ്ടും ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് മനസ്താപം ഉണ്ടായി തിരിച്ചു വരുവാണോ വരട്ടെ. അല്ലാതെ ഇപ്പൊ നമ്മൾ വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. എന്നാലും ഈ മണ്ഡലകാലത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും നിമിത്തമാണെന്ന് കൂട്ടിയാൽ മതി. അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയണം. ആ സമയത്ത് നയനയുടെ അടുത്ത് കനക ഇരിക്കുകയാണ്. അപ്പം നയന കനയോട് ചോദിച്ചു, അല്ലമ്മേ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ, എതിരായിട്ടും അറിഞ്ഞില്ല. അച്ഛനിപ്പോ അറിയുമായിരിക്കില്ലേ? ഇപ്പോഴറിയാൻ വഴിയില്ല. എന്നാലും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ അറിയുമല്ലോ. അത് സാരമില്ല മോളെ, വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴല്ലേ, അപ്പോഴറിഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിക്കാന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെ ഫോൺ ബെല്ലടിക്കണം. നോക്കുമ്പോൾ നവ്യാണ്. നവ്യേച്ചാണ് വിളിക്കണെന്ന് പറയാ. കോൾ എടുക്കും മോളെ, അല്ലെങ്കിൽ സംശയം ഉണ്ടാവും എന്ന് പറയണം. അങ്ങനെ കോൾ എടുക്കുവാണ്. പിന്നീട് നയന അതാ പറഞ്ഞപ്പോഴത്തേന് നവ്യേച്ച, എന്താ നയന നിന്റെ സൗണ്ട് എല്ലാം വല്ലായിരിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി. എന്ത് പറ്റി നിനക്ക്? എന്തായാലും വയ്യായിക ഉണ്ടോന്ന് ചോദിക്കും. അത് പിന്നെ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ല, ഉറക്കളച്ചതിന്റെ ബുദ്ധിമുട്ടാ. നീ എന്തിനാ ഇങ്ങനെ ഓടി നടക്കുന്ന? നിനക്ക് എവിടെ എവിടെയെല്ലാം അടങ്ങിയിരുന്ന കൂടെ ചോദിക്കാം. അത് പിന്നെ അമ്മ ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ചേച്ചിന്ന് ചോദിക്കുക. എന്നാലും നിന്റെ സൗണ്ട് സ്വരം കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. നിനക്ക് വല്ല ക്ഷീണം ഉണ്ടോന്ന് ചോദിക്കും. അത് പിന്നെ ചെറിയ ക്ഷീണം ഉണ്ടെന്ന് പറയാ. അല്ല ഇത്രമാത്രം ക്ഷീണം തോന്നാൻ നീ അല്ലല്ലോ കരള് കൊടുത്തത്, നീയാണോ കരള് കൊടുത്തതെന്ന് ചോദിക്കാം. ഇത് കേട്ടോ നയനൊന്നും ഞെട്ടി. അല്ല അത് പിന്നെ ചേച്ചി അങ്ങനൊന്നും ഇല്ലാന്ന് പറയാണ്. അല്ല നീ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ കുറച്ചു ദിവസം മാറി വയ്ക്കാന്ന് കരുതി. ഇനിയിപ്പൊ ഞാൻ കാണണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ. ഇന്നാള് തന്നെ ഞാനും ആദർശേട്ടനും കൂടെ ഒരുമിച്ച് ഒരു മുറി കിടന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കാണെങ്കിൽ ആകെപ്പാടെ BP ഒക്കെ കൂടിയത്. വെറുതെ എന്തിനാ ഇനിയും വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ? അതുകൊണ്ട് ഞാൻ കുറച്ചു ദിവസം മാറി നിൽക്കാന്ന് കരുതി. വേണ്ട ചേച്ചിയും കൂടെ ഇങ്ങോട്ട് പോരാൻ പറയാണ്.
വീട്ടിലേക്ക്. ഏയ് അത് വേണ്ട, ഞാനും കൂടെ അങ്ങ് വന്നിട്ട് ശരിയാത്തില്ല. നമ്മൾ രണ്ടുപേരും കൂടെ ഈ വീടിന്റെ പടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റിയെന്ന് വരത്തില്ലെന്ന് പറയണം. ഇത് കേട്ടാൽ നയനൊന്നും മിണ്ടിയില്ല. ശരി, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് നയന ഫോണ് കട്ട് ചെയ്യണം. ഈ സമയം കനക പറഞ്ഞു, ഇനി നയനെ അല്ല നവ്യമോളും അറിഞ്ഞിട്ടില്ലല്ലോ കാര്യങ്ങളൊക്കെ എന്ന് പറയണം. അത് ശരിയാ, ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതുവരെയായിട്ടും മോളെ അംഗീകരിക്കാനായിട്ട് ദേവേനെ കൂട്ടാക്കിയിരുന്നില്ലെന്ന് പറയണം. അതൊന്നും ഓർത്ത അമ്മ വിഷമിക്കണ്ട. കാരണം അമ്മയുടെ മനസ്സറിയാലോ, അതൊരു പ്രത്യേക ടൈപ്പ് മനസ്സാണ്. ഒരു കാരണവശാലും ആഗ്രഹിച്ച് കയറി വന്ന മരുമകളല്ല ഞാൻ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കണ്ടെന്ന് പറയാണ്. ഈ സമയം രേവതിയും വേണും അനാമികയും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് വരുവാണ്. വേണു പറഞ്ഞു, എന്തായാലും മണ്ഡലമാസം തന്നെ മോള് വീട്ടിലേക്ക് വന്ന് നന്നായി പിണങ്ങി, അല്ലെങ്കിൽ അവിടെയുള്ള സാമ്പാറും അവിയലും ഒക്കെ കൂട്ടി കഴിയേണ്ട വന്നേനെ. ഇവിടെ ആയതുകൊണ്ട് പിന്നെ ഇഷ്ടമുള്ള ഫുഡൊക്കെ പോയി കഴിക്കാലോ എന്ന് പറയണം. അത് കേട്ട അനാമിക പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. അങ്ങനെ അവർ റെസ്റ്റോറന്റിലേക്ക് കയറി വരുമ്പോഴാണ് അവിടെ ആ കാഴ്ച കാണുന്നത്. അഭിയും വേറൊരു പെണ്ണും കൂടി ഇരിക്കുന്നത്. അവർ സല്ലപിച്ച് ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയിട്ട് രേവതി തെങ്ങ് നോക്കി അത് ആരാ ഇരിക്കണേന്ന് നോക്കാൻ പറയാണ്. ആ കൊള്ളാലോ, അഭിയാണല്ലോ ഇരിക്കണേന്ന് പറയാണ്. പെട്ടെന്ന് അനാമി പറഞ്ഞു, അഭിയാന്റെ പെൺവിഷയത്തിൽ ഇച്ചിരി തൽപരനാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതല്ലേ കാര്യം, എങ്ങനെ അല്ലാതിരിക്കും? അവളെ പോലെ ഒരു ഭാര്യനെയല്ലേ കിട്ടിയേക്കുന്ന നവ്യനെ പോലെ, പിന്നെ എങ്ങനെ ഭർത്താവ് പുറംചാടാതിരിക്കും എന്ന് പറയാണ്. ഈ സമയത്ത് അബിയുടെ മുന്നിരിക്കുന്ന പെണ്ണുണ്ട്, ദേ നിന്റെ വീട്ടുകാർ വന്നിരിക്കുന്നു പറയാണ്. പെട്ടെന്ന് അബി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അബി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.